ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെമീസ് പാഷൻ ഹബ്സ്. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ട്രൈ കളർ ക്രാഫ്റ്റ് ആയിട്ടാട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പെൻസിൽ ഷേവിങ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു ഹാൻഡ് ബാൻഡാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയൊരു ഫ്ലവറായിട്ടോ. ഫ്ലവറായിട്ടോ അതുപോലെ തന്നെ കാറ്റാടിയായിട്ടോ എന്തായിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് കൊച്ചു കൂട്ടുകാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പെൻസിൽ ഷേവിങ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നല്ല എന്താ പറയുക സ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു പെൻസിൽ ഷേവിങ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റിക്കായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ ഒരു പെൻസിൽ ഷേവിങ് തന്നെയാണ് വീണ്ടും സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷെ നമുക്കത് റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പെൻസിൽ ഷേവിങ് ആണ്. കണ്ടില്ലേ, നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലവർ പാറ്റേൺ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് സ്റ്റിക്കായി കിട്ടും കേട്ടോ. പിന്നെ സ്റ്റിക്കായിട്ട് നമ്മളത് ആ ഒരു സർഫേസിൽ നിന്ന് എടുക്കുന്ന ടൈമിലൊന്ന് ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ട്രൈ കളേഴ്സ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ വൈറ്റ് കളറാണ് സെൻറ്ററിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഏറ്റവും പുറത്ത് വരുന്ന ആ ഒരു ഗ്രീൻ കളറും കൂടി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെൻസിൽ ഷേവിങ്ങിലൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ലൊരു സർഫേസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓറഞ്ച് കളറും കൂടി ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ 3 ട്രൈ കളേഴ്സും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു ഫ്ലവർ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ആ ഒരു ഫ്ലവറിൻ്റെ പൂമ്പൊടി നിൽക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്ലെൻഡഡ് ആയിട്ടും ചെയ്യാം കേട്ടോ. അതായത് വൈറ്റ് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഓറഞ്ച് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്ലെൻഡഡ് ഫോമിലും കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒരു ഗ്രീൻ കളറിലേക്ക് വൈറ്റും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നേരത്തേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗി നമ്മുടെ ഈ ഒരു ഫ്ലവറിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പെയിൻറ്റിങ് പരിപാടി. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് നമ്മുടെ അശോക ചക്രം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ടൊരു ഗിഫ്റ്റ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലൂ കളറിലുള്ള ഒരു ഗ്ലൈസിങ് ഉള്ള ഗിഫ്റ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് വച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത് ചെറിയൊരു പീസായിരുന്നു കേട്ടോ. പിന്നീട് ഞാനത് വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഞാനിതിൽ ഗം അപ്ലൈ ചെയ്തപ്പോൾ കുറേ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വലിയൊരു പീസ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ഈ ഒരു പെൻസിൽ ഷേവിന് കുറച്ചും കൂടി ഒരു കട്ടി കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ നിന്ന് ഒരു വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ബ്ലൂ കളറ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതൊട്ടും മാറിപ്പോകരുത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ A4 ഷീറ്റിൽ തന്നെ കുറച്ച് ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. A4 ഷീറ്റിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അശോക ചക്രത്തിൻ്റെ 24 ലൈൻസൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇതുപോലെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ, കണ്ടോ, കറക്റ്റ് നല്ലൊരു ഫ്ലവർ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഐസ്ക്രീം സ്റ്റിക്കാട്ടോ. ഇനി ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഫസ്റ്റ് വൈറ്റ് കളർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരൊറ്റ കോട്ട് പെയിൻറ്റ് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഫ്ലവർ ഒന്ന് വച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗം വരുന്ന പോർഷനിലേക്ക് നമുക്ക് ഇതുപോലെ ഓറഞ്ച് ഗ്രീൻ ഇടവിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലാഗ് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് നമ്മുടെ അശോക ചക്രം കൂടി വരണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു റൗണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ലൈൻസ് കാര്യങ്ങളൊന്നും വരച്ചെടുക്കുന്നില്ല, ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സ്റ്റിക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കിലേക്ക് ആ ഒരു പെൻസിൽ ഷേവിങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. അപ്പോൾ അവർക്ക് പെയിൻ്റ് ഒന്നും കയ്യിലാക്കണ്ട, പകരം നമുക്ക് സ്കെച്ച് പെന്നോ അതല്ലെങ്കിൽ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പെൻസിൽ ഷേവിങ് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് ഈ ഒരു റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു കുട്ടി ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വാളിൽ ഞാൻ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് മുമ്പ് ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ട്രൈ കളറിൽ ക്രാഫ്റ്റ് ഷെൽസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്ക് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പെൻസിൽ ഷേവിങ് യൂസ് ചെയ്തിട്ട് തന്നെ അടിപൊളി ഒരു ഹാൻഡ് ബാൻഡ് കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഹാൻഡ് ബാൻഡായിട്ടും ബ്രേസ്ലെറ്റൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു പേപ്പർ കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കവറല്ല നമുക്ക് വേണ്ടത്, ആ ഒരു കവറിൻ്റെ ആ ഒരു വള്ളിയാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് ബാൻഡ് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ട്രൈ കളറിലുള്ള ഫ്ലവർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതെൻ്റെ കയ്യിലൊന്ന് കെട്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പെൻസിൽ ഷേവിങ് ആണ് ആരും തന്നെ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വള്ളിയുടെ രണ്ടടുത്തായിട്ട് ഇതുപോലെ കണ്ടില്ലേ ബ്ലാക്ക് കളറിലൊരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ കെട്ടിയാൽ അത് അഴിഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഒരൊറ്റ കെട്ട് ഇതുപോലെ കൊടുത്താലും കണ്ടില്ലേ അത് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് അങ്ങനെ കയ്യിൽ നിന്നോളൂ കേട്ടോ, അഴിഞ്ഞ് പോരില്ല, നമുക്ക് ഓവറായിട്ട് ടൈറ്റ് ആവില്ല കേട്ടോ. അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഈ സംഭവം, കണ്ടോ. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഒറ്റ പ്രാവശ്യം തന്നെ കെട്ടിട്ടാലും നമ്മുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 കെട്ടിട്ട് കൊടുത്താലും നമുക്കത് കടുങ്കെട്ടാവുകയാണൊന്നും ഉണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഇത് കിടക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒത്തിരി ട്രൈ കളർ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടാണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. ബൈ.